പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന മലയിടം തുരുത്ത് പ്രശ്നത്തിന് പരിഹാരമായിരിക്കുകയാണ്. സർക്കാർ മുന്നോട്ട് വച്ച 5 സെന്റ് ഭൂമിയും വീടും എന്ന നിർദ്ദേശം സമരസമിതി അംഗീകരിച്ചിരിക്കുന്നു. ഭവന നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നടപടികൾ നിർത്തിവെക്കും. കാലങ്ങൾ നീണ്ട നിയമപ്രശ്നങ്ങൾക്കും ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കോടതിക്ക് പുറത്ത് സമവായം കണ്ടെത്തിയിരിക്കുകയാണ് സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. UDF സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ നേട്ടം കൂടിയായി വേണം നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സഹിൻ ആന്റണിയാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. സഹിൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ 5 പതിറ്റാണ്ട് നീണ്ടു നിന്ന ഒരു ഭൂപ്രശ്നമാണ്. ആ ഭൂപ്രശ്നത്തിനാണ് ഒരു പരിഹാരമായിരിക്കുന്നത്. അതും ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഇതിനിടയിൽ തന്നെ 10-14 തവണ കോടതി നടപടികളുണ്ടായി, ഒഴിപ്പിക്കൽ നടപടികളുമായിട്ട് വന്നു. അവിടെ ഏറ്റുമുട്ടലുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, സമരസമിതിയുമായി തർക്കങ്ങളുണ്ടായി. അതിനൊക്കെ ശേഷം പുതിയ സർക്കാർ വന്നു. ഈ 2-3 ചർച്ചകളൊക്കെ നടന്നു. പക്ഷേ എങ്കിലും ഒടുവിൽ രണ്ടുപേർക്കും തൃപ്തി നൽകുന്ന തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. തീർച്ചയായിട്ടും സേതു, തീർച്ചയായിട്ടും. അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ കൊച്ചി കളക്ടറുടെ ചേംബറിൽ വിശദമായ യോഗം തന്നെ നടന്നത്. ഇതിലൊരു പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടുപേർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ചില സമവായങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ മന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും അവിടെ ഉണ്ടായിരുന്ന ഈ ദളിത് കുടുംബങ്ങൾ ഭൂമി നഷ്ടമാകുമെന്ന് ഭയന്നിരുന്ന ദളിത് കുടുംബങ്ങൾക്ക് അവർക്ക് കൃത്യമായ ഒരു ആശ്വാസം നൽകാൻ, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു നീതി നൽകാൻ മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. 7 കുടുംബങ്ങൾക്കായി അവിടെ ഭൂമി നഷ്ടമായ ആളുകൾക്ക് ഭൂമി 5 സെന്റ് വീതമുള്ള ഭൂമി പര്യാപ്തകാവ് തന്നെ നൽകും. ഒപ്പം തന്നെ അവർക്ക് നടവഴിയും നൽകും. കൂടാതെ 1 വർഷത്തിനുള്ളിൽ സർക്കാർ തന്നെ വീട് പണിത് നൽകും. അതായത് അവർക്ക് ആർക്കും ഭവനമില്ലാതെയായി മാറില്ല എന്നുള്ള ഒരു ഉറപ്പ് മന്ത്രി റോജി എം ജോൺ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ ഇവർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ, ആ കേസുകളെല്ലാം റദ്ദ് ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് മറ്റൊരു വാഗ്ദാനം. എന്തായാലും അതെല്ലാം 2 കൂട്ടർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉടമയ്ക്കും ഭൂമി നഷ്ടമാകില്ല, പകരം അദ്ദേഹത്തിനും നീതി ലഭിക്കും. അങ്ങനെ 2 കൂട്ടർക്കും അനുയോജ്യമായ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു. എന്തായാലും ഇരുവരും തമ്മിലുള്ള ഒരു കരാറ് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒപ്പുവയ്ക്കും. ഈ കരാറ് അഡ്വക്കേറ്റ് ജനറൽ ജൂൺ 16-ന് മുൻപായി കോടതിയിൽ സമർപ്പിക്കും, ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ്. ജൂൺ 16-ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ഇന്നലെ മന്ത്രി പറഞ്ഞത്. ഏതായാലും മന്ത്രിയുടെ ഇടപെടൽ ഒരു ശക്തമായ ഇടപെടലായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് അദ്ദേഹത്തിന് ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഈ ഒരു 5 പതിറ്റാണ്ട് നീണ്ട ഒരു വലിയ തർക്കം, ആ തർക്കത്തിന് കൂടി ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും മന്ത്രി റോജി എം ജോണിനെ സംബന്ധിച്ചിടത്തോളവും വലിയ നേട്ടമായിട്ട് തന്നെ ഇതിനെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഭൂമി നഷ്ടമാകുമെന്ന് ഭയന്നിരുന്ന പല മനുഷ്യർക്കും അത് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന് കുന്നത്തുകാട് MLA VP സജീന്ദ്രൻ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വലിയ നേട്ടം തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിരിക്കുന്നത്. ശരി, പുതിയ സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ അല്ലെങ്കിൽ റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ചർച്ചയിലൊക്കെ ഒടുവിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത് 2 പേർക്കും പ്രശ്നം ഇല്ലാത്ത തരത്തിൽ തന്നെ ഒരു തീരുമാനം അവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.